ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ മന്തി ഉണ്ടാക്കിയാലോ? അതിനായി ഞാൻ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഫോർക്ക് കൊണ്ട് ചെറുതായിട്ടൊന്ന് കുത്തിക്കൊടുക്കാം. മസാലയെല്ലാം അതിലേക്ക് പിടിക്കാനായിട്ട്. നമുക്കതിനുള്ള മസാലകളായിട്ട് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പിരിയൻ ചില്ലി പൗഡർ, 1 സ്പൂൺ ചെറുനാരങ്ങ നീര്, 2 ടീസ്പൂൺ തൈര്, 1 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ കുരുമുളക് പൊടി. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മൂടി വെക്കാം. 10 മിനിറ്റ് അടച്ച് വെച്ചിരുന്ന ചിക്കനെ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാം. അതിനായി കുറച്ച് എണ്ണ ഒഴിക്കാം. നമുക്കിതിനായി ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കണം. അതിനായി ഞാൻ നല്ല പഴുത്ത 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ടിടാം. കൂടെ ഒരു പിഞ്ച് പുതിനയിലയും ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് അരയ്ക്കാം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ പ്യൂരി റെഡിയായി. നമുക്കിനി മന്തിക്കുള്ള ചോറ് റെഡിയാക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറുവാപ്പട്ട, ഒരു 10 ഏലക്ക, കുറച്ച് ഗ്രാമ്പൂ, കുറച്ച് കുരുമുളക് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നമ്മുടെ ക്യാപ്സിക്കം നന്നായിട്ട് ആയിക്കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് മന്തി മസാല ഇട്ട് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ മന്തി മസാല ഇടുന്നത്. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ അരി എടുക്കുന്നതിനനുസരിച്ച് വേണം ചേർക്കാൻ. നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്കൊരു ഉണക്ക നാരങ്ങ ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് എന്ന അളവിലാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഓരോരുത്തരും അവനവനെടുക്കുന്ന അരിയുടെ അളവിനനുസരിച്ച് വേണം വെള്ളം ഒഴിക്കാൻ. 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് എന്നുള്ള അളവ്. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ തീ കൂട്ടി വെച്ച് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെക്കാം. നമുക്കിത് അടച്ചു വെക്കാം. നമ്മുടെ വെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞു. ഞാൻ എടുത്തിരിക്കുന്ന സെല്ലായുടെ മന്തി റൈസാണ്. അത് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കോളം ഫുൾ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം തീ കുറച്ച് 10 മിനിറ്റ് മൂടി വെക്കാം. ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു. നമുക്കിത് സിമ്മിലേക്ക് മാറ്റാം. 10 മിനിറ്റായി. നമുക്കിതിൻ്റെ മൂടി തുറന്ന് നോക്കാം. നമ്മുടെ മന്തി ഏകദേശം 3/4 വേവായി കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് ചിക്കനെ വെച്ച് കൊടുക്കാം. നമുക്ക് ചിക്കനെ നിരത്തി കൊടുക്കാം. നമുക്കിത് 5 മിനിറ്റ് അടച്ചു വെക്കാം. നമുക്കതിലേക്ക് ഒരു പാത്രത്തിൽ കുറച്ച് ചിരട്ടയുടെ കനലെടുത്ത് വെക്കാം. അതിൻ്റെ ആ പുക വരുന്നതിനായിട്ട്. അതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് ചേർത്ത് അടച്ചു വെക്കണം. പുക ഒട്ടും വെളിയിൽ പോകാത്ത രീതിയിൽ. കനലെടുത്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മന്തി റെഡിയായി കഴിഞ്ഞു. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായങ്ങൾ അറിയിക്കണേ.